ഹലോ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ചധികം ഫുഡ് വെയർസ് ആണ്. അതായത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല എംപലിഷ്ഡ് ആയിട്ടുള്ള നിറയെ സ്റ്റോൺസും ബീഡ്സൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള കുറച്ച് ഫുഡ് വെയർസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സോ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതുപോലെ നിറയെ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള ഒരു മ്യൂൾസ് ആണ് കേട്ടോ. ഇതുപോലുള്ള ഫുഡ് വെയർസിനൊക്കെ പറയുന്നത് മ്യൂൾസ് എന്നാണ് കേട്ടോ. ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ, അതായത് ടോൻ്റെ പോർഷനിലൊക്കെ നിറയെ സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ടച്ചിലാണ് ഈ ഒരു ഫുഡ് വെയർ കംപ്ലീറ്റ്ലി വരുന്നത്. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ക്ലോത്തൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ട് നിൽക്കും. ഹീൽസ് ഒന്നും വരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1 ഇഞ്ച് ഹീലാണ് വരുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് അനൗക്കാണ് കേട്ടോ. ഈ ഒരു മ്യൂൾസ് ഒക്കെ നമുക്ക് എല്ലാ പാർട്ടി വെയർ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും ഒരുപോലെ പെയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിറയെ സ്റ്റോൺസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നല്ല ഹെവി ആണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 900 റുപ്പീസ് ആണ് കേട്ടോ. അതുപോലെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് 8 ആണ്. അടുത്തത് വന്നിട്ട് ഈ ഒരു റോസ് ഗോൾഡിൽ വരുന്ന ഫുഡ് വെയർ ആണ്. ഇതിൽ നിറയെ സ്റ്റോൺസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്താണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ പോലെ കൊടുത്തിട്ടുണ്ട്. അതും പല കളേഴ്സിൽ വരുന്ന സ്റ്റോൺസ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പോരാതെ അതിനൊക്കെ ഭയങ്കര ഷൈനിങ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് കേട്ടോ ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാലും. ഇതിപ്പം ഈ ഒരു റോസ് ഗോൾഡല്ല വരുന്നത്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഇതിന് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ഷൂട്ടോപ്പിയാണ്. ഞാൻ ഈ ഒരു ബ്രാൻഡിൽ നിന്ന് മുന്നേ ഫ്ലാറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിലുമാണ് കേട്ടോ വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ്സ് എന്നൊക്കെ പറയാം. കാരണം ജസ്റ്റ് ഒരു 1 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 1 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇതൊരു 1 ഇഞ്ച് ഹീലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഹീലിൻ്റെ സൈഡാണെന്നുണ്ടെങ്കിലും ഈ ഒരു റോസ് ഗോൾഡിൻ്റെ ആ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ നോർമൽ ഫ്ലാറ്റ്സിന് വരുന്ന ആ ഒരു കർവ് തന്നെയാണ് ഇതിനും വരുന്നത്. മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് 9 ആണ്. പൊതുവേ ഞാൻ എടുക്കാറുള്ളത് 8 ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ വേറെ വേറെ ബ്രാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ സൈസിൽ ചെറിയ രീതിയിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അടുത്തത് വന്നിട്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഹീൽസ് ആണ് കേട്ടോ. എനിക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഹീൽസ് ഒക്കെ വെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഏകദേശം ഒരു 1.5 വർഷം മുന്നേ ഒരു ട്രാൻസ്പെറൻറ്റ് ഹീല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ അത് പെയർ ചെയ്യാറുണ്ട് കേട്ടോ. പൊതുവേ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഹീല് കാണുമ്പോൾ നമുക്ക് തോന്നും മേ ബി ചിലപ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി പോകും, കീറിപ്പോകും എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അതേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഹീൽ വന്നിട്ട് ഒട്ടും തന്നെ പ്ലെയിൻ അല്ല കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർഷനിൽ നിറയെ സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതാണെന്നുണ്ടെങ്കിൽ ഒരു ലെയർ ആയിട്ടാണ് കൊടുത്തേക്കണത്. പിന്നെ ഹീല് വരുന്ന സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റോൺ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു എലാസ്റ്റിക് ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എലാസ്റ്റിക് ഫിറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രോപ്പർ ഫിറ്റിംഗ് കിട്ടും. പെട്ടെന്ന് ലൂസായി പോവുക അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ കറക്റ്റ് സൈസ് ഓപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഈ ഒരു ഹീലിനെ പറയുന്നത് കിറ്റൻ ഹീൽ എന്നാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ ഈ ഒരു ഫുഡ് ബെഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിനോടൊരു ഇഷ്ടമൊക്കെ തോന്നിപ്പോകും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് പ്ലെയിൻ അല്ല എന്നുള്ള. ഞാൻ കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലേക്കാണ് വരുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ തന്നെ 2-3 കളർ ചേഞ്ചസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ ഇതുപോലെ ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും പെയർ ചെയ്യാനായിട്ട് പറ്റും. അതിപ്പം ഇന്ന ഔട്ട്ഫിറ്റെന്നൊന്നുമില്ല, എല്ലാത്തിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. അതാണ് ട്രാൻസ്പെറൻറ്റ് ഹീൽസിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ലൂപ്പർ എന്നാണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഒരു ഇഷ്യൂ തോന്നിയില്ല. നല്ല പ്രോപ്പർ ഫിനിഷിങ്ങും മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞാനിത് എടുത്തിട്ടുള്ള സൈസ് 9 ആണ്. ശരിക്കും എനിക്കിതിൽ 9 എടുക്കേണ്ട ആവശ്യമില്ല, 8 എടുത്താൽ മതി. 8 എടുത്താലേ എനിക്കിതിനൊരു പ്രോപ്പർ ഫിറ്റിംഗ് കിട്ടുള്ളൂ. സോ അതുപോലെ നിങ്ങളും വാങ്ങിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സൈസ് ചൂസ് ചെയ്യാം. ഈ ഒരു ഹീൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പോയിന്റഡ് ഹീലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ടോൻ്റെ സൈഡിലായാലും കുറച്ചും കൂടെ ആ ഒരു നമ്മളുടെ ഒരു മ്യൂൾസിൻ്റെ ആ ഒരു രീതിക്കൊക്കെ വരില്ല, അതുപോലെ കുറച്ചും കൂടെ ഒരു പോയിന്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ടോൻ്റെ സൈഡൊക്കെ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 600 രൂപയാണ്. അടുത്തത് വന്നിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബീച്ച് കളറിൽ വരുന്ന ഫുഡ് വെയർ ആണ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണിച്ചത് വെച്ച് നോക്കുമ്പം ഇത് ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ ഫുഡ് ബെഡ് വരുന്നത് ഒരു ടെക്സ്ചേർഡ് ആയിട്ടാണ് കേട്ടോ. അതുപോലെ ഇതും കിച്ചൺ ഹീൽ തന്നെയാണ് വരുന്നത്. ഇത് 2 ഇഞ്ചാണ് കേട്ടോ ഈ ഒരു ഹീല് വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചവിട്ടി നടക്കുന്ന സൈഡിൽ ഫുൾ ഇങ്ങനെ സ്റ്റാർ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
കൊള്ളാൻ നന്നായിട്ടുണ്ട് ഇത്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് മിറാമിസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. മിറാമിസ്റ്റ് എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത്. ഇതിൻ്റെ സൈസ് 8ഉം പിന്നെ 3ഉം മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ 8 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 620 റുപ്പീസ് ആണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ 2-3 ട്രാൻസ്പെറൻറ്റ് ഹീൽസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൽ രണ്ടാമത്തെ ട്രാൻസ്പെറൻറ്റ് ഹീലാണിത്. ഇതിൽ വന്നിട്ട് ഇതൊരു ഗോൾഡൻ ടച്ച് ആയിട്ടാണ് വരുന്നത്. പക്ക ഒരു ഗോൾഡൻ അല്ല, കുറച്ചൊരു കോപ്പർ ടച്ചും കൂടെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നിറയെ സ്റ്റോൺസ് ആണ് കേട്ടോ. ഈ നിറയെ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സ്റ്റോൺ അല്ല, വലിയ വലിയ സ്റ്റോണുകളാണ് കൊടുത്തിട്ടുള്ളത്. അതും ഭയങ്കര ഷൈനിങ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. നിങ്ങൾ തന്നെ നോക്കി നോക്ക്, നല്ല രസമില്ലേ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള വലിയ സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ ഈ ഒരു ടോൻ്റെ പോസ്റ്റിൽ മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിലുള്ള ഒരു ഭംഗി അത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതേപോലെ നിറയെ സ്റ്റോൺസ് ഒക്കെ വരുന്ന ട്രാൻസ്പെറൻറ്റ് ഹീലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ പാർട്ടി വെയറിൻ്റെ കൂടെ അത് പെയർ ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല ഭംഗി ഉണ്ടാവുക. കാരണം ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കുറേ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യണ സമയത്ത് ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇതുപോലത്തെ ഹീൽസൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ഹൈറ്റൺ എന്നാണ് പറയുന്നത്. അതുപോലെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് 8 ആണ്. ഈ ഒരു ബ്രാൻഡിൽ, അതായത് ഈ ഒരു ഹീൽസിൻ്റെ സൈസ് അവർ കൊടുത്തിട്ടുള്ളത് 3 to 8 വരെയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ 2 കളർ ചേഞ്ചസും കൂടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള ട്രാൻസ്പെറൻറ്റ് ഹീൽസിൽ ബ്ലോക്ക് ഹീലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട്, അതായത് പുറമേ ട്രാൻസ്പെറൻ്റ് ആണ്, ഉള്ളിലായിട്ട് ഇതുപോലെ ആ ഒരു ഗോൾഡൻ സംഭവം, നമ്മുടെ ഈ ഒരു ഫുഡ് ബെഡിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഗോൾഡൻ സംഭവം ഉള്ളിലും കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ആണി അടിച്ചിട്ടൊക്കെയാണ് വരിക കേട്ടോ. പക്ഷേ ഇത് വേറെ ഇതേ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, കാരണം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്കിത് ഇതുവരെ വേറെ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 418 രൂപയാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് ഇത് നല്ല വേർത്താണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അടുത്തത് വന്നിട്ട് ഈ ഒരു സിൽവർ കളറിൽ വരുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ് കേട്ടോ. ഇതിൻ്റെ ഫുഡ് ബെഡ് ഭയങ്കര കുഷ്യഡാണ്, അതുകൊണ്ട് തന്നെ വെയർ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സിൽവർ കളറാണ്. ഇതിൻ്റെ വേറെ 2 കളേഴ്സ് ഉണ്ട്. ഒരെണ്ണം ഗോൾഡൻ ആണ്, സിൽവറും ഓക്കെ. പക്ഷേ ഈ സുൽത്താൻ എന്നുള്ളത് എന്തിനാണ് കൊടുത്തത് എനിക്കറിയില്ല. ഈ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ എന്ന് പറഞ്ഞാൽ റോസ് ഗോൾഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ ഒരു സൈഡിൽ ജസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് JM ലുക്സ് ആണ്. എനിക്കൊന്നും അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നു. ഈ ഒരു ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു ബ്രാൻഡിൽ വരുന്ന ഒരു ഫുഡ് വെയർ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല കാര്യം, ഇതിലുണ്ടല്ലോ ഭയങ്കര പിൻട്രസ്റ്റി ആയിട്ടുള്ള, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാറ്റേണിൽ വരുന്ന ഫുഡ് വെയർസ് ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം. ഈ ഒരു ബ്രാൻഡ് തന്നെ JM ലുക്സ് നിങ്ങൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിലോ മിന്ത്രയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എന്ത് രസമാണ് കാണാനെന്ന് കേട്ടോ. സോ ഈ ഒരു ഫുഡ് വെയറിൻ്റെ ഹീൽസ് വന്നിട്ട് കിച്ചൺ ഹീലായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുന്ന ആ ഒരു ടച്ചൊക്കെ കിട്ടുന്ന ഒരു ഹീലായിട്ടാണ് കേട്ടോ ഇതിന് വരുന്നത്. നല്ല ഭംഗിയുള്ള നല്ല സിൽവർ കളറായിട്ട് തന്നെയാണ് അതും കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് മൊത്തത്തിൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ സൈസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് 3 to 8 വരെയാണ്. ഞാൻ 8 തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് കംപ്ലീറ്റ്ലി നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു ഹീലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 606 രൂപയാണ് കേട്ടോ. അടുത്തതുണ്ടല്ലോ ഈ ഒരു ക്രീം കളറിൽ വരുന്ന നിറയെ സ്റ്റോൺസും ബീഡ്സൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഹീൽസാണ് കേട്ടോ. എനിക്കിതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം അത്ര അടിപൊളിയായിട്ട് വരുന്ന ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒരു ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ ബ്രൈഡിന് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേണിലാണ് ഈ ഒരു ഹീൽസ് വരുന്നത്. പോരാതെ സൂപ്പർ അഫോർഡബിളും കൂടിയാണ് കേട്ടോ. നിങ്ങൾ തന്നെ നോക്കി എന്തോരം സ്റ്റോൺസും ബീഡ്സുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോ ലെയറായിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോണ്, അതുപോലെ തന്നെ ഒരു ലെയറായിട്ട് പേളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് നോക്കിയിട്ട് തന്നെ മതിയാവുന്നില്ല. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് വെയർ ചെയ്ത് നോക്കിയപ്പോഴാണ് തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് കാലിലുണ്ട് എന്ന് അറിയില്ല. അതാണ് ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. കാരണം അത്രയും ലൈറ്റ് വെയിറ്റാണ്. ഇത്രയും സ്റ്റോൺ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹീലാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ഹീലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയ ഹീലൊന്നുമല്ല, ഒരു കുഞ്ഞൊരു ഹീൽ. ആ ഒരു ഹീൽ എന്നതാ ആകെപ്പാടെ ഇത്ര മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് തോന്നും ഇത് ഇടാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പാടായിരിക്കും, ഇട്ടതിന് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന്. അടിപൊളിയായിട്ടാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഒരു ഹീൽ ഇട്ടുന്ന പോലും നമുക്ക് തോന്നത്തില്ല, അത്രയും കംഫർട്ടബിൾ ആണ്. പിന്നെ എല്ലാ ഫുഡ് വെയറിനെയും പോലെ തന്നെ ആ ഒരു നോർമൽ കേർവ്ഡ് ആയിട്ട് തന്നെയാണ് ഇതിനും വരുന്നത്. ബാക്ക് സൈഡിൽ ലെതറാണ്, നല്ല ക്വാളിറ്റിയിൽ വരുന്ന ലെതറൊക്കെയാണ് കേട്ടോ.
മൊത്തത്തിൽ ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 543 രൂപയാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് ഇത് നല്ല വേർത്താണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ അടുത്തതും ഒരു ട്രാൻസ്പെറൻറ്റ് ഹീൽസ് തന്നെയാണ്. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഹീൽസിനകത്ത് ഇതിൻ്റെ ടോൻ്റെ പോർഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്ക്വയർ ആയിട്ടാണ് വരുന്നത്. ആ ഒരു സ്ക്വയറിൽ ലാസ്റ്റ് ലെയറിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ ടച്ച് വരുന്ന സ്റ്റോണാണ്. നടുക്കാണ് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഗോൾഡൻ കളർ സ്റ്റോൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ടോൻ്റെ പോർഷൻ മുതൽ കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു ട്രാൻസ്പെറൻറ്റ് നമ്മളുടെ ഹീലിൻ്റെ സൈഡ് വരെ ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ടൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇടാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഹീലാണെന്നുണ്ടെങ്കിലും ഒരു ബ്ലോക്ക് ഹീലിൻ്റെ പാറ്റേണിലാണ് വരുന്നത്, പോയിൻറ്റഡ് ഒന്നുമല്ല. അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഭയങ്കര സുഖമാണ് കേട്ടോ അത് വെയർ ചെയ്ത് കഴിഞ്ഞാലും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഹീൽസിലെല്ലാം തന്നെ ഓൾമോസ്റ്റ് അതിൻ്റെ പുറമെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും. ഉള്ളിൽ നമ്മളുടെ ഫുഡ് ബെഡിൻ്റെ അവിടെ എന്താണോ ഉള്ളത് ആ ഒരു സംഭവം ഉള്ളിലും കാണും കേട്ടോ. സോ ഇതിൻ്റെ സൈസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള 3 to 8 വരെ തന്നെയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് 8 ആണ് സൈസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ വേറെയും കളേഴ്സൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പ്രൈസ് വന്നിട്ട് 611 രൂപയാണ് കേട്ടോ. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് വൺ വന്നിട്ട് ഇതാ ഈ ഒരു ഓഫ് വൈറ്റ് കളറിലൊക്കെ വരുന്ന ഒരു ഫുഡ് വെയർ ആണ് കേട്ടോ. ഇത് കാണാൻ ഒരു ജുട്ടീസിൻ്റെ ഒക്കെ ഒരു പാറ്റേണിലാണ് വരുന്നത്. നല്ല ടെക്സ്ചേർഡ് ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ വരുന്നൊരു ഫുഡ് ബെഡൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ കംപ്ലീറ്റ്ലി ഒരു ഓഫ് വൈറ്റ് കളറല്ല, ഇതൊരു മൾട്ടി കളറാണെന്നും കൂടെ പറയാം. കാരണം ഇതിൽ പല കളേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ചും കൂടെ ഒരു യുണീക്ക് പീസായിട്ട് തോന്നി. കാരണം ഇതുപോലുള്ളത് ഞാൻ ഇതിന് മുന്നേ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജുട്ടീസ് ഇട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു പാറ്റേണിൽ വരുന്ന ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ എനിക്കിത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ തന്നെ വേറെയും കളർ ചേഞ്ചസ് ആയിട്ടൊക്കെ വരുന്ന ഒരുപാട് ഫുഡ് വെയർസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് അനൗക്കാണ്. അനൗക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള, ഒരുപാട് പേർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഈ ഒരു ബ്രാൻഡിൽ ഫുഡ് വെയർസ് മാത്രമല്ല ഡ്രസ്സൊക്കെ വരുന്നുണ്ട്. മെയിനായിട്ട് നല്ല ട്രഡീഷണൽ വെയർസ്, അതായത് എത്നിക് കുർത്തീസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ടച്ചൊക്കെ കിട്ടുന്ന ഒരുപാട് ഫുഡ് വെയർസും ഈ ഒരു ബ്രാൻഡിലുണ്ട്. സോ നമ്മൾ ഈ ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു ഫുഡ് വെയറിൻ്റെതാ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുതന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ഹീൽസിലും കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൊടുക്കുന്ന, അതായത് നമ്മളുടെ ടോൻ്റെ സൈഡിൽ കൊടുക്കുന്ന ആ ഒരു ത്രെഡ് വർക്കോ അങ്ങനെയൊന്നും ഞാനൊരു ഫുഡ് വെയറിൻ്റെ ഹീലിൻ്റെ സൈഡിൽ കൊടുക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ആൻഡ് ഇതൊരു ബ്ലോക്ക് ഹീലായിട്ടാണ് വരുന്നത്. 1 ഇഞ്ചൊന്നും ഇത് വരുന്നില്ല കേട്ടോ. 1 ഇഞ്ചിൻ്റെ താഴെ ഇതിൻ്റെ ഹീല് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ഒക്കെയാണ്. വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലാറ്റ്സ് എന്നൊക്കെ പറയാം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് വെയർ ആണ്. സോ ഇതിൻ്റെ സൈസും വരുന്നത് 3 to 8 വരെയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് 8 ആണ്. ഇത് അത്യാവശ്യം കുറച്ച് ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട്. കുറച്ച് കോസ്റ്റ്ലി ആണ്. ഓൾമോസ്റ്റ് 800 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഗായ്സ്, നമ്മളുടെ ഈ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ അടുത്തതൊക്കെ ചെയ്യാൻ പോകുന്ന ഹോൾ വീഡിയോയിൽ നിങ്ങൾ എങ്ങനത്തെ ഹോൾ വീഡിയോ ആണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്നും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.